അപ്പോൾ എസ് കെ, അപ്പോൾ എന്താണ് പ്രതീക്ഷകൾ? വലിയ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമോ? വമ്പൻ പ്രഖ്യാപനം ഉണ്ടാവില്ല, എങ്ങനെ തുറമുഖ കേന്ദ്രീകൃതമായി എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ അതിൽ ഉണ്ടാവാൻ പോകുന്നു? അതോടൊപ്പം തന്നെ കിഫ്ബിയെ വിമർശന വിധേയമായി തന്നെയാണ് എപ്പോഴും ഒരു ധനകാര്യമന്ത്രി എന്നുള്ള നിലയ്ക്ക്, മുഖ്യമന്ത്രി നിലയ്ക്ക് വീഡിയോസിൽ കാണുന്നത്. അപ്പോൾ കിഫ്ബി ഏത് രീതിയിൽ അതിനെ റിവാമ്പ് ചെയ്യാൻ പോകുന്നു, അതിനെ മൊത്തത്തിൽ ഇല്ലാതാക്കൂ, അതിനെ ഏത് രീതിയിൽ കാണാൻ പോകുന്നു, അത് മാറ്റി കാണുന്നത് എന്താണ് ഇപ്പോൾ ഒരു ബദൽ മാർഗം? ഒരുപാട് ചോദ്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അലക്സ് റാം മുഹമ്മദ് കൂടി നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് ചേരുകയാണ്. അലക്സ്, ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാവുന്നുണ്ട്, ക്ഷേമ പെൻഷന്റെ കൂടുതൽ തുക പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം ഈ ഇടയ്ക്ക് വർദ്ധിപ്പിച്ച ഇന്ധന നികുതിയില്ലേ, 2 രൂപ, അതെങ്കിലും കുറയ്ക്കുമോ എന്ന ചോദ്യം ഉണ്ടാവുന്നുണ്ട്. അതിൽ 1 രൂപ കുറച്ചാൽ തന്നെ വലിയ സംഭവമാവും അത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് പ്രതീക്ഷകളിലൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിലെ മഴക്കാർ ഇപ്പം പെയ്യാൻ നിൽക്കുന്ന പോലെ നിൽക്കുക. ഹാഷ്മി എസ് ഖാൻ, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇതിൽ ചില പ്രത്യേകതകൾ കൂടിയുണ്ട് ഈ ബജറ്റിൽ. അതായത് 10 വർഷത്തിന് ശേഷം ഒരു UDF സർക്കാർ അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റാണ്. അതുമാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിക്കുന്നത്, നേരത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായ ആർ ശങ്കറിനും ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു മുഖ്യമന്ത്രി നേരിട്ട് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തൊരു മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്ന ബജറ്റ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊന്ന് ലോക വായനാ ദിനമാണ്. അദ്ദേഹം നല്ലൊരു, വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി നല്ലൊരു വായനക്കാരൻ എന്നറിയപ്പെടുന്ന ആളാണ്. നേരത്തെ സുഭാഷ് ചന്ദ്രന്റെ ആമുഖമൊക്കെ നമ്മൾ കേട്ടതാണ്. അദ്ദേഹം അവിടെ പറഞ്ഞതും സുഭാഷ് ചന്ദ്രനെ വിളിച്ച് അദ്ദേഹത്തിന്റെ ഭാഷയെപ്പറ്റി അഭിനന്ദിച്ചതൊക്കെ നമ്മൾ കണ്ടതുമാണ്. ആ തരത്തിൽ എന്താണ് അദ്ദേഹം ഈ ബജറ്റിൽ ഭാഷ കൊണ്ട് വിസ്മയം തീർക്കുമോ അതോ പ്രഖ്യാപനങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്ന കാര്യം. ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഹാഷ്മി. അതായത് തിരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട ഇന്ദിരാ ഗ്യാരണ്ടിയിൽ 2 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ അത് ഭാഗികമായെങ്കിലും ഇതിനോടകം നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് വയോജന വകുപ്പിന്റെ രൂപീകരണം, മറ്റൊന്ന് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും KSRTC ബസ്സുകളുടെ സൗജന്യ യാത്ര. അത് ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് ആദ്യഘട്ടത്തിൽ നടപ്പാക്കിയിരിക്കുന്നത്. ഇനി ചില പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ കൂടി വരാനുണ്ട്. അതിലൊന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. അതായത് ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ വരെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ആ പദ്ധതിയെ സംബന്ധിച്ച് ഏതു തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. ആദ്യ ബജറ്റിൽ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടികൾ പൂർണ്ണമായി പ്രഖ്യാപിക്കണം എന്നൊരു തീരുമാനം കോൺഗ്രസിനും UDF നും ഉണ്ട്. അതിനാൽ അതെങ്ങനെയാകും എന്നുള്ളത് നോക്കിക്കാണുന്നുണ്ട്. കാരുണ്യ സുരക്ഷാ പദ്ധതി അടക്കമുള്ള അത്തരം ഇൻഷുറൻസ് പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ടായിരിക്കും ഉമ്മൻചാണ്ടി ആരോഗ്യ പരിരക്ഷ എന്നാണ് കേൾക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള പ്രതിമാസ സ്റ്റൈപ്പൻഡായ 1000 രൂപയാണ്. അതൊരു പ്രധാനപ്പെട്ട ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെട്ട ഒരു പദ്ധതിയാണ്. അതിനൊരു പക്ഷേ പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രഖ്യാപനം വരാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്ന് യുവജന സംരംഭകർക്ക് അല്ലെങ്കിൽ യുവ സംരംഭകർക്ക് പലിശയില്ലാത്ത വായ്പ നൽകുന്ന കാര്യം. 5 ലക്ഷം രൂപ വരെ പലിശയില്ലാത്ത വായ്പ നൽകുന്ന കാര്യം നേരത്തെ ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പ്രഖ്യാപിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലെ പ്രഖ്യാപനങ്ങൾ ഇന്നുണ്ടാകുമോ എന്നുള്ള കാര്യം ഉറ്റുനോക്കുന്നുണ്ട്. മറ്റൊന്ന്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു തുറമുഖ കേന്ദ്രീകൃത വികസനമാണ് UDF സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഒപ്പം ഏവിയേഷൻ ഹബ്ബുകൾ പലയിടങ്ങളിൽ രൂപീകരിക്കുക തുടങ്ങി കാര്യമായ വികസന പദ്ധതികൾ അവർ ആവിഷ്കരിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് ഉണ്ടാക്കാൻ പോകുന്ന പുതിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? അതുമാത്രമല്ല, AI സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സർക്കാർ തലത്തിൽ പോർട്ടൽ തലത്തിലുള്ള സജ്ജീകരണങ്ങൾ ഏതൊക്കെ തലത്തിൽ അത് വികസിപ്പിക്കും എന്നുള്ളത് ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.